ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം. ആസുരീ സമ്പത്തോടുകൂടിയവരെക്കുറിച്ചുള്ള വിവരണമാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ തുടങ്ങിവച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിലും. ഈ ജഗത്തിന് ഒരു അധിഷ്ഠാനമോ നിയാമകനോ ഒന്നുമില്ലെന്നും എല്ലാറ്റിനും കാരണം കാമമാണെന്നും കരുതുന്ന ഭൗതികവാദികളെക്കുറിച്ചാണ് 8-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയായ 9-ാം ശ്ലോകം നോക്കാം. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗദോ ഹിതാഃ. ഏതാം ദൃഷ്ടിം, ഈ ഒരു വീക്ഷണത്തെ അല്ലെങ്കിൽ ഈ ഒരു നോട്ടത്തെ, ഈ നാസ്തികതയെ, അവഷ്ടഭ്യ ആശ്രയിച്ചിട്ട്, നഷ്ടാത്മാനഃ ആത്മനാശം വന്നവരായ, അല്പബുദ്ധയ അല്പബുദ്ധികൾ, ക്രൂരകർമാണ ക്രൂരകർമാക്കളും, അഹിതാഹ ശത്രുക്കളുമായിട്ട്, ജഗതഃ ലോകത്തിൻ്റെ, ക്ഷയായ നാശത്തിന്, പ്രഭവന്തി സമർത്ഥന്മാരായി തീരുന്നു. ഈ ഒരു വീക്ഷണത്തെ, നാസ്തികതയെ മുറുകെ പിടിച്ചുകൊണ്ട് വിവേകം കെട്ടവരും ക്ഷുദ്രബുദ്ധികളും കടുങ്കൈ ചെയ്യുന്നവരും ദ്രോഹികളുമായ അവർ ലോകം മുടിക്കാൻ പിറന്നവരത്രേ. ആരെന്ത് പറഞ്ഞാലും നാസ്തിക്യത്തിൽ വേരുറച്ചു നിൽക്കുന്നവരാണ് അവർ. അസുരപ്രകൃതികളായ അവർ ആത്മോത്കർഷത്തിനായി പ്രവർത്തിക്കുന്നവരല്ല. അവരെ സംബന്ധിച്ച് ആത്മാവ് എന്നൊന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഉത്കർഷത്തിനായി പ്രവർത്തിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. പ്രത്യക്ഷത്തിനപ്പുറം അവർ ഒന്നും തന്നെ കാണുന്നില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്പബുദ്ധികളാണ് അവർ. തൻകാര്യം നോക്കാനുള്ള വ്യഗ്രതയിൽ അവൻ ലോകത്തിന് പരിഹരിക്കാനാവാത്ത വിനാശവും വരുത്തിവെക്കും. പരിമിതമായ ബുദ്ധിയോടുകൂടിയ അവർ ഉഗ്രകർമ്മങ്ങൾ ചെയ്യുന്ന ക്രൂരന്മാരുമാണ്. അവർ ഈ ജഗത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. ഭൗതികവാദികളുടെ വീക്ഷണവും ഉദ്ദേശങ്ങളും എല്ലാം വിവരിക്കുന്നതാണ് അടുത്ത ശ്ലോകം, 10-ാമത്തെ ശ്ലോകം. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഃ. ദുഷ്പൂരം നിറയ്ക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ മതിവരാത്ത കാമം ആഗ്രഹത്തെ ആശ്രയിച്ചിട്ട്, ദംഭ മാന മദാന്വിത ദംഭം മാനം മദം ഇവയോടുകൂടി, അശുചിവ്രത മലിനസങ്കല്പങ്ങളിൽ ഒട്ടിനിന്ന്, മോഹാത് അവിവേകം ഹേതുവായി അല്ലെങ്കിൽ വിവരമില്ലായ്മ കൊണ്ട്, അസദ്ഗ്രാഹാൻ അസത്തായ ആഗ്രഹങ്ങളെ, ഗൃഹീത്വ സ്വീകരിച്ചിട്ട്, പ്രവർത്തന്തേ പ്രവർത്തിക്കുന്നു. മതിവരാത്ത കാമത്തിന് വിധേയരായി ദുരഭിമാനം, ഗർവ്, ഔദ്ധത്യം എന്നിവയോട് കൂടിയവരും അശുദ്ധമായ നിഷ്ഠയോട് കൂടിയവരുമായി അവിവേകം ഹേതുവായി ദുരാഗ്രഹങ്ങളെ സ്വീകരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അർജുന, ഒരിക്കലും ഒന്നുകൊണ്ടും മതിവരാത്ത കാമമായിരിക്കും അസുരപ്രകൃതികളുടെ പരമമായ ആശ്രയം. എത്രയായാലും തൃപ്തിപ്പെടാത്ത ആ കാമത്തിൻ്റെ പുറകെ അവർ ഓടി നടക്കുകയാണ്. തൃപ്തിപ്പെടുത്തും തോറും കാമം ശമിക്കുകയല്ല, പെരുകുകയാണ് ചെയ്യുക. അവർ തൻ്റെ ബുദ്ധിശക്തിയും അറിവും കഴിവുകളും അതിനായി വിനിയോഗിച്ച് തീരാത്ത ദുരിതങ്ങൾ സൃഷ്ടിച്ചു വയ്ക്കും. ഇങ്ങനെ വ്യാമോഹത്തിൽ കുടുങ്ങുന്ന അവരെ ദുരഭിമാനം, ഗർവ്, ഔദ്ധത്യം ഇവ പിടികൂടുന്നു. അങ്ങനെ മലിനചിത്തരാകുന്ന അവർ ദുരാചാര മാർഗത്തിലിറങ്ങി പ്രവർത്തിക്കുന്നു. അത് ലോകത്തിന് ഉപദ്രവമായി വരും. വീണ്ടും ഇവരുടെ പ്രകൃതം 11ഉം 12ഉം ശ്ലോകങ്ങളിലായി വിവരിക്കുന്നു. 2 ശ്ലോകങ്ങൾ ഒരുമിച്ച്. ചിന്താമപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവദിതി നിശ്ചിതാഃ.
ആശാപാശശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ. അപരിമേയാം അളക്കാൻ വയ്യാത്തതും, പ്രളയാന്താം മരണം വരെ ഒടുങ്ങാത്ത, ചിന്താം ചിന്തയെ, ഉപാശ്രിതാഹ ആശ്രയിച്ചവരും, കാമോപഭോഗപരമ കാമാനുഭവം പരമപുരുഷാർത്ഥമായി കരുതുന്നവരും, ഏതവത് ഇതി ഇത്രത്തോളം തന്നെ എന്ന് നിശ്ചിതാഹ തീരുമാനിച്ചവരും, ആശാപാശശതൈ അനേകം ആശാപാശങ്ങളാൽ ബദ്ധാഹ ബന്ധിക്കപ്പെട്ടവരും, കാമക്രോധപരായണാഹ ച കാമക്രോധ തൽപരന്മാരുമായ ഏതേ ഇവർ, കാമഭോഗാർത്ഥം കാമാനുഭവത്തിനു വേണ്ടി, അന്യായേന അന്യായത്തിലൂടെ അല്ലെങ്കിൽ അധർമ്മത്തിലൂടെ, അർത്ഥസഞ്ചയാൻ ധനസമൂഹങ്ങളെ ധനസമ്പാദനത്തെ, ഈഹന്തേ ആഗ്രഹിക്കുന്നു. മരണത്തോടെ മാത്രം അവസാനിക്കുന്ന വിധം കണക്കില്ലാത്തത്ര ചിന്തകളിൽപ്പെട്ട് കാമവിഷയാസ്വാദനം തന്നെയാണ് ഉത്തമമായ ജീവിത ലക്ഷ്യം എന്ന് ധരിച്ച് ഇതുതന്നെയാണ് വേണ്ടത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി 100 ആശാപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരായി, കാമത്തിനും ക്രോധത്തിനും വശംവദരായി, കാമഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം അന്യായമായി ധനം സമ്പാദിക്കുവാൻ ഇച്ഛിക്കുന്നു. വിഷയങ്ങളെ അനുഭവിക്കുക എന്നതാണ് പ്രധാനം, അതിനു മുകളിലായി യാതൊന്നുമില്ല എന്ന ചാർവാക സിദ്ധാന്തത്തെ കൂട്ടുപിടിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവർക്ക് മനഃശാന്തി നഷ്ടപ്പെടുന്നു. 100 ആശാപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരാണ് ആസുരീ സമ്പത്തുള്ളവർ എന്ന് പറയുന്നു. ആശാപാശശതൈർബദ്ധ ആശകൾ തന്നെയാണ് പാശങ്ങൾ, അവരെ ബന്ധിക്കുന്ന കയറുകൾ. എല്ലാ വിഷയങ്ങളിലേക്കും വശീകരിക്കപ്പെടുന്ന അവർ കാമക്രോധപരായണന്മാരുമാണ്. കാമം സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ക്രോധമുണ്ടാകും. അവർ അർത്ഥം നേടുന്നതും വിഷയസുഖാനുഭവത്തിനു വേണ്ടിയാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ധാർമ്മികമായ ആഗ്രഹങ്ങൾ, ധർമ്മത്തിലൂന്നിയ അർത്ഥസമ്പാദനം, അങ്ങനെ മോക്ഷത്തിലേക്ക് അഥവാ മോഹക്ഷയത്തിലേക്ക് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ ധർമാർത്ഥമായിട്ടല്ല ഇവയൊന്നും സംഭവിക്കുന്നത്. അന്യായമായി അവിഹിത മാർഗങ്ങളിൽ കൂടി സ്വന്തം കാമപൂർത്തിക്കായി ധനം സമ്പാദിച്ചു കൂട്ടുന്നു. ആസുരജനങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണം 5000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓർക്കണം. ശാസ്ത്രപരിജ്ഞാനവും സമ്പൽ സമൃദ്ധിയും സ്വാതന്ത്ര്യവും എല്ലാം നേടിയ തലമുറ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഇന്നും ഇതിന് പ്രസക്തിയുണ്ടെന്നതല്ലേ സത്യം? പരിഷ്കൃതമെന്നും പുരോഗമനപരമെന്നും ഒക്കെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ യുഗത്തിൽ ആസുരീ സമ്പത്തുള്ളവർ എത്രമാത്രം വർദ്ധിച്ചു എന്നതും ചിന്തനീയമാണ്. ഹരി ഓം തത്സത്.